സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരേക്കാൾ സിനിമ ഉണ്ടാക്കുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ടൈപ്പ് ഒരു സിനിമയാണ് ഈ ആഴ്ച ഇന്ത്യയിൽ റിലീസായിട്ടുള്ള ഇംഗ്ലീഷ് സിനിമയായിട്ടുള്ള ഒബ്സഷൻ. പടത്തിന്റെ എഴുത്തിൽ ഈ സിനിമ എത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ് എന്നത് ഒരുപാട് ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പലർക്കും ഒരുപക്ഷെ അവനവന്റെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് ചിന്തിക്കാൻ വരെ ഈ പടം ഒരു മോട്ടിവേഷൻ ആകും. സ്കെയിലിന് പുറകെ ഒരു ഘട്ടത്തിലും പോകാത്ത കറി ബാർക്കറിന്റെ ഒബ്സഷൻ ഹൊറർ സിനിമ ജോണറിനെ അതിഗംഭീരമായിട്ട് പൊളിച്ചു പണിയുന്നുണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ സാധാരണഗതിയിൽ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയയെ വ്യത്യസ്തമായിട്ട് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരേ സമയം ചിരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം പ്രേക്ഷകന് കൊടുക്കുന്നുണ്ട്. ഹിന്ദി ഫിലിം മേക്കിങ്ങിന്റെ ടെക്നിക്കുകൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനെ ഗംഭീരമാക്കിയിട്ടുള്ള ഈ പടം പുതുമ കൊണ്ട് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് പ്രേക്ഷകന് കൊടുക്കുന്നത്. ബേർ എന്ന് കൂട്ടുകാർ വിളിക്കുന്ന ബാരൺ ആണ് നമ്മുടെ പ്രധാന കഥാപാത്രം. പുള്ളിക്കാരൻ ഒരു മ്യൂസിക് സ്റ്റോറിലെ എംപ്ലോയി ആണ്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന നിക്കി എന്ന പെൺകുട്ടിയോട് ബേറിന് നല്ല പ്രണയമുണ്ട്. പക്ഷേ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്റെ ഉള്ളിലുള്ള കാര്യം മര്യാദക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ ബേർ ഒരു കടയിൽ നിന്ന് നമ്മുടെ വിഷൊക്കെ സത്യമാക്കി തരുന്ന ഒരു സാധനം എന്ന രീതിയിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സംഗതി വാങ്ങും. പ്രേമത്തിൽ ഒരു നൈരാശ്യം തോന്നിയ സമയത്ത് ചുമ്മാ ഈ സാധനം എടുത്ത് ലോകത്താരേക്കാളും നിക്കി എന്നെ സ്നേഹിക്കണം എന്നൊരാഗ്രഹം ബേർ വിഷായിട്ട് പറയും. ആ പറച്ചിലിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ലവ് സ്റ്റോറികളിൽ സ്ഥിരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ആത്മവിശ്വാസമില്ലാത്ത, ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ പയ്യന് വളരെയധികം ഭംഗിയുള്ള ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതും അത് പറയാൻ പറ്റാത്തതും ഒക്കെ. അതായത് ഏറ്റവും നല്ല പയ്യനെ പെൺകുട്ടികൾ ഫ്രണ്ട് സോൺ ചെയ്യുന്നു എന്ന രീതിയിൽ കാണിക്കുന്ന സിനിമകൾ. ആ ഒരു ഐഡിയയെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെയുള്ള ഒരു പടമാണ് ഒരർത്ഥത്തിൽ ഒബ്സഷൻ. അതായത് വൺ സൈഡ് ലവ് ഉള്ള ഒരാളുടെ സ്വപ്നം സഫലമായാൽ എന്ത് സംഭവിക്കും? ഇന്റൻഷനൽ അല്ലെങ്കിലും എവിടെയൊക്കെയോ ഒരു റിലേഷൻഷിപ്പിൽ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ലവ്, ആക്സെപ്റ്റൻസ് മുതലായ സംഗതികൾ വരുന്ന ഗ്രേ ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഡിബേറ്റിലേക്ക് പോകാതെ അതിന്റെ ഒരു എക്സ്ട്രീം കേസ് കാണിച്ചുകൊണ്ട് മുഖത്തടിച്ച പോലെ ഒരു തീരുമാനമാക്കി തരുന്ന ഒരു ടോണാണ് ഈ പടത്തിനുള്ളത്. ഈ സിനിമയുടെ എഴുത്തിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഒരു സീൻ പോലും ഒരു പർപ്പസ് ഇല്ലാതെ പടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ല. അതേപോലെ കാണിക്കുന്ന ഓരോ ഇവന്റിനും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പടത്തിന്റെ തുടക്കഭാഗത്ത് കാണിക്കുന്ന ഒരു സീൻ ക്ലൈമാക്സിലെ ഒരു ക്രിട്ടിക്കൽ ഇവന്റിന്റെ ഫോർ ഷാഡോയിങ് ആണ്. പടത്തിന്റെ ടൈറ്റിൽ പോലെ ഒബ്സസീവ് ആയിട്ടുള്ള പ്രേമം ഏതൊക്കെ തലത്തിലേക്ക് പോകുമെന്നത് ഡീപ്പായിട്ട് തന്നെ ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് ട്രെയിലർ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു കഥാപാത്രം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് രീതിക്ക് പെരുമാറുമെന്ന് അവർക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ എഴുത്തിന്റെ മുന്നിൽ പുതിയൊരു ചാലഞ്ച് ഉണ്ട്. അതായത് വളരെ പുതുമയുള്ള ഒരു സാധനം കൂടെ കൊണ്ടുവരണം, പക്ഷേ അത് ഷോക്കിംഗ് ആയിരിക്കണം, ഗ്രൗണ്ടഡും ആയിരിക്കണം. ഈ പടത്തിൽ സംഭവിക്കുന്ന ഓരോ ഇൻസിഡന്റും ഇഷ്ടം എന്ന് പറയുന്ന വികാരം വല്ലാതെ കൂടിപ്പോയതിന്റെ റിസൾട്ടാണ്. അതുകൊണ്ട് തിരക്കഥയ്ക്ക് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുമ്പോൾ കോൺജുറിങ് സിനിമകൾ പോലെ എല്ലാവരെയും കൊല്ലാൻ നോക്കുന്ന ഒരു മോൺസ്റ്റർ കഥാപാത്രത്തെ ചുമ്മാ ഉണ്ടാക്കിയാൽ പോരാ. ഭ്രാന്തമായിട്ടുള്ള ലവാണ് ഈ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം പ്രേമത്തിലെ നോർമൽ ആയിട്ടുള്ള ചില സിറ്റുവേഷനുകളെ വേറെ രീതിയിൽ ഇമാജിൻ ചെയ്യാൻ തിരക്കഥയെ പുഷ് ചെയ്യുന്നുണ്ട്. അത് സത്യത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സിനാരിയോസ് ഉണ്ടാക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. കറി ബാർക്കർക്ക് ഡീറ്റെയിലുകൾ ഷോക്കിംഗ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നല്ലതുപോലെ അറിയാം. ഈ പടത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സീൻ കാണിക്കാൻ പുള്ളിക്ക് ലേശം ഡക്ട് ടേപ്പുകളെ വേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഫിലിം മേക്കേഴ്സ് എന്തായാലും കാണേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞത്. ആ സീനൊക്കെ തരുന്ന ഒരു ക്രിയേറ്റീവ് കിക്ക് ചില്ലറയല്ല. കറി ബാർക്കറും സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ടൈലർ ക്ലെമൻസും കഥാപാത്രങ്ങളുടെ മുഖത്ത് വരുന്ന ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പടത്തിൽ ഉണ്ടാക്കുന്ന ഭീകരാന്തരീക്ഷം ഗംഭീര ക്രാഫ്റ്റ് തന്നെയാണ്. ജംസ്കെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സൗണ്ട് മിക്സിങ്ങും ഒരു റോൾ ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ക്യാരക്ടറിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് ചില സ്ഥലത്തൊക്കെ ചില ശബ്ദങ്ങളുടെ വോളിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സെൻസർ ബോർഡ് എന്നത്തെയും പോലെ ഈ പടത്തിലും കത്രിക വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള സീൻ അവർ ട്രിം ചെയ്തത് ഓപ്പൺഹൈമറിൽ ഫ്ലോറൻസ് പ്യൂന് കറുത്ത ഡ്രസ്സ് ഇടിച്ചു കൊടുത്തതുപോലെ ആസ്വാദനത്തെ വല്ലാതെ ബാധിക്കാത്ത രീതിയിൽ ഒപ്പിച്ചെടുക്കാൻ സെൻസർ കട്ട് ചെയ്തവർക്ക് സാധിച്ചിട്ടുണ്ട്. മൈക്കിൾ ജോൺസ്റ്റൺ ആണ് ബേർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടക്ക ഭാഗങ്ങളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഫേസും അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ആ കഥാപാത്രത്തിനുണ്ടാകുന്ന പേടിയുമെല്ലാം പുള്ളി നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിക്കി എന്ന ക്യാരക്ടർ ചെയ്ത ഇന്റേൺ എവറേറ്റിന് കിട്ടിയിട്ടുള്ളത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. തുടക്ക ഭാഗങ്ങളിലുള്ള നിക്കി എന്തുകൊണ്ട് ബേറിന് അവളോട് ഒരു ഇഷ്ടം തോന്നി എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ടൈപ്പ് ഒരു പേഴ്സണാലിറ്റിയാണ്. അതിനുശേഷം ഈ സ്വിച്ച് നടക്കുമ്പോൾ ഒബ്സസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ആദ്യം സ്മൂത്താണ്. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം ഈ ക്യാരക്ടറിന്റെ റിയാക്ഷൻസ് എക്സെൻട്രിക് ആവുന്നുണ്ട്. അത് ചില സമയത്തൊക്കെ ഒറ്റ സെക്കൻഡിൽ ഫ്ലിപ്പായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെ പുള്ളിക്കാരി ഗംഭീരമായിട്ട് സ്ക്രീനിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കബീർ സിംഗിന്റെയും അർജുൻ റെഡ്ഡിയുടെയും കാമുകിമാർക്ക് അവരെയും കൂട്ടി ഈ പടം കാണാൻ പോയിട്ട് വേണമെങ്കിൽ പറയാം, ചേട്ടൻ പ്രേമിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന്. അങ്ങേയറ്റം പൊസസീവ് ആയിട്ടുള്ള സ്നേഹം എങ്ങനെയാണ് ഒരാളുടെ സ്പേസ് ഇല്ലാതാക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന പടം കൂടിയാണ് ഒബ്സഷൻ.
പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതിയിട്ടുള്ള സിനിമയല്ല ഇത്. നമ്മളിൽ പലരും ആഗ്രഹിക്കാൻ സാധ്യതയുള്ള ഒരു വിഷ് സഫലീകരിക്കപ്പെട്ടാൽ നടക്കാൻ സാധ്യതയുള്ള ഡാർക്ക് ആയിട്ടുള്ള പോസിബിലിറ്റികൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പടമാണിത്. അതിൽ ഡാർക്കിന്റെ അങ്ങേ തലത്തേക്ക് കാര്യങ്ങളെ ഡയറക്ടർ കറി ബാർക്കർ കൊണ്ടുപോകുന്നുണ്ട്. സന്തോഷത്തോടെ സിനിമ കാണാൻ കയറുന്ന കപ്പിൾസ് ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വരികയും നിർവികാരതയോടെ അകത്തേക്ക് കയറുന്ന സിംഗിൾസ് ആശ്വാസത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന അപൂർവ കാഴ്ച കാണാൻ ഈ സിനിമ കളിക്കുന്ന തിയേറ്ററിൽ പോയി നോക്കിയാൽ മതി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്